ഓക്കെ. മാച്ച് സ്റ്റാർട്ടിങ്. ഗ്രൂപ്പ് സി തുടങ്ങോ? തുടങ്ങി. ഓക്കെ, എല്ലാവരും എന്താ ഇവിടെ വന്ന് പെട്ടെന്ന്? സ്പെക്ക് ഇവൻ്റ് ഓക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡീൻ്റെ മാച്ച് ആക്ച്വലി ഇതിൽ 3, 6, 9, 12 ടീമാണ് കളിക്കുന്നത്. MTX ഫസ്റ്റ് തന്നെ ചാടിയിട്ടുണ്ട്. MTX ഇന്നലെ ആക്ച്വലി 2 പ്ലെയറിനെ അങ്ങനെ എന്തോ വെച്ച് കളിച്ചതാണ്, 2 1 ആ ടീമാണത്. എന്നിട്ട് MBXും MTXും തമ്മിൽ മാറിപ്പോയി. ഇതിലിപ്പോൾ ഏറെക്കുറെ എല്ലാ ടീമിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. ടോക്കിയോ 4 പേരുണ്ട്, TG 4 പേരുണ്ട്, SPD 4 പേരുണ്ട്, സെസ്കി 3, S7 4, റെഡ് എക്സ് 4, RCB 4, MTX 4, മാസ് 4 ആൾക്കാരുണ്ട്, KD 4 ആൾക്കാരുണ്ട്, GZ ഉണ്ട്, 777 4 ആൾക്കാരുണ്ട്. 777 ഉണ്ടായിരുന്നേ, ഞാൻ നേരത്തെ നോക്കിയത് കണ്ടില്ല. പലേറ്റോലൊക്കെയാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും വണ്ടികളുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. Just wait a few seconds. Loads will be loaded. അത് ലോഡാവാൻ ചെറിയൊരു ടൈം ഉണ്ടാവുന്നുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ചില സ്ഥലത്ത് പെട്ടെന്ന് വരുന്നുണ്ട്. ഓക്കെ, അടുത്തടുത്ത എന്തായാലും ആരും അതെ, ടോക്കിയോയും TGയും ഒരുമിച്ചൊരു സ്പ്ലിറ്റായി അവിടുന്ന് 2 സൈഡിലോട്ട് സ്പ്ലിറ്റായിട്ട് പോകുന്നുണ്ട്. S7, SPD, സെസ്കി, KD, മാസ്. ഓക്കെ, മാസ് അവിടെ ഇറങ്ങിക്കുന്നത് സേഫ് പൊസിഷനാണ്. ഇവിടെ വേറെ പാരഷൂട്ടൊന്നും കാണും. പാരഷൂട്ടുണ്ട്. ഓക്കെ, GZ കെസിലോട്ടിലാണ് അവർ. ഇവരിതുവരെ ചാടിയില്ലേ? 777 ഈ 2 ടീമും ഒരുമിച്ചാണല്ലോ പോണേ. റെഡ് എക്സും GZും. ഓക്കെ, റെഡ് എക്സ് ക്രൈസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ക്രൈസ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതാ ഒരു ടീമല്ലേ? ഇത് ഇറങ്ങിയിട്ടില്ല, ഇത് മാറി. ടാർസൻ ആൻ്റണി കിടക്കണം തലയും കൊത്തിയിട്ട്. അത് റെഡ് എക്സ് തന്നെയല്ലേ? അത് സെയിം ടീമാണ്. ഓക്കെ, GZും റെഡ് എക്സും ആണ് ഇവിടെ അടുത്തടുത്തുള്ളത്. എനിക്കോട് പുള്ളി ബാക്ക് ഇറങ്ങുവാണ്. ഫസ്റ്റ് തന്നെ RCB സെസ്കി ഇവിടെ വണ്ടിയിലാണ് ഇടി. ലൂട്ടൊന്നും കിട്ടിയിട്ടില്ല അവിടെ. RCB ഒരാളെ വണ്ടി കയറ്റി കൊല്ലുന്നു. അവൻ എണീക്കാൻ ടൈം കൊടുക്കുന്നില്ല. അവൻ നോക്കാണോ? പുള്ളി AFK ആണോ? ഇറങ്ങി ഇടിച്ചു കൊല്ലേണ്ടി വരും മിക്കവാറും. RCB രക്ഷിക്കാൻ വന്ന് സെസ്കിത്ത് ഒരാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അടുത്താളം വരുന്നു. ഓക്കെ, ഫസ്റ്റ് സോൺ ഇപ്പോൾ വരും. ഒരു വിട്ടു കൊടുത്തു കേട്ടാ. 2 സൈഡിലോട്ട് പോയി. എവിടെ തൊട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. പശിയാ ഇവൻ വിട്ടുകൊടുത്തില്ല, അതേ വീണ്ടും വന്ന്.
പുള്ളി ചാവുന്നില്ലല്ലോ. ആ ചത്ത് ചേട്ടാ, പറഞ്ഞേക്ക് ചത്ത്. ഏതാ ഫസ്റ്റ് പിക്കപ്പോൾ RCB ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പിക്ക്. സെസ്കിയാണ് എടുത്തിരിക്കുന്നത്. സെസ്കി 3 പേരുള്ളൂ. അപ്പോൾ RCB 3 പേരായി. ലൂട്ട് വന്നോ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ. ആർക്കും കിട്ടിയില്ല ലൂട്ട്. റെഡ്ടെക്സും TGAയും ഇവിടെ ഒരുമിച്ച് അല്ലല്ല, അത് സെയിം ടീം. ഈ ടാഗ് ഇടാത്ത ഭയങ്കര പ്രശ്നം. ഇവിടെ ഒന്നും ലൂട്ട് ലോഡായിട്ടില്ല. മുമ്പ് ഇഷ്യൂ ഉണ്ടായില്ലല്ലോ. ഇപ്പോഴാണ് ഇഷ്യൂ തുടങ്ങിയത്, ലൂട്ട് ലോഡാവാത്തത്. TG ആക്ച്വലി പവർ പ്ലാനിലാണ്. പവർ പ്ലാനിൽ ലൂട്ട് ഉണ്ടാവേണ്ടതാണ്. മൊത്തത്തിൽ ലൂട്ട് ലോഡായിട്ടില്ല. ഇനി ഇവിടെ ഒക്കെ നിറച്ച് ലൂട്ടുള്ള സ്ഥലം. $45 ടോട്ടൽ. ഇപ്പോൾ RCBക്ക് ഈ സമയത്ത് പോയിട്ട് റെവ് എടുക്കാം. ഡിസയർ ആയിരുന്നില്ല ഡൗൺ ആയത്. ഡിസയർ പുള്ളിനെ റെവ് ചെയ്തിട്ടില്ല ഇതുവരെ. റീകോൾ ചെയ്യാൻ വേണ്ടിട്ട് പോയി തോന്നുന്നു. RCB അല്ലേ? യാ റീകോളായി. GZ ഇവിടെ ഉണ്ട്. റെഡ്ടെക്സ് ഇപ്പുറത്തുണ്ട്. അടിക്കാൻ നിൽക്കില്ല ആരും ലൂട്ടില്ലാത്തതുകൊണ്ട്. വണ്ടി അടിക്കാൻ നോക്കും ചിലപ്പോൾ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ. ലൂട്ട് വന്നല്ലോ. വണ്ടിക്കകത്തിരുന്നിട്ട് തന്നെ ലൂട്ട് എടുക്കാൻ പറ്റുമല്ലേ ഈ അമർത്തി കഴിഞ്ഞാൽ? അതാണ് ആ ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഈ ലൂട്ട് കിട്ടിയേ. ഇനി അടിയാവും എന്ന് വിചാരിക്കുന്നു. MTX ഇപ്പോഴും സോണിലോട്ട് കയറിയിട്ടില്ല. പക്ഷെ ഇവരിവിടെ ഉള്ളവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. GZ ഇവിടെ ഉള്ളത് റെഡ്ടെക്സിന് അറിയില്ല. ലൈറ്റില്ല. എനിക്ക് എല്ലായിടത്തും ലൂട്ടൊക്കെ ലോഡായിപ്പോൾ. ഇവിടെ ഒരു ലൂട്ട് വന്നില്ലേ? വന്നു.
പുള്ളി റീക്കോളാണ് നിർത്തിയിട്ട് പോയി കേട്ടോ 777. ഓക്കെ, ഫസ്റ്റ് സോൺ സ്റ്റാർട്ടായിട്ടുണ്ട്. സോൺ ഷ്രിങ്കിങ് ആണ്, പക്ഷേ സോൺ ഔട്ടിലാകും കൂടി MTX മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവരിപ്പോൾ കയറും, വലിയ പണിയില്ല അവർക്ക്. സ്പോർട്സിനെ കൂടെ അകത്താരും പക്ഷെ കളിക്കാറില്ല അങ്ങനെ, ഒരു ടീമേ ഉണ്ടാവുള്ളൂ. S7 ഉണ്ടോ ഇതിൻ്റെ അകത്ത്? S7 ഉണ്ടല്ലോ. ഒരു സ്റ്റാബ് സിറ്റിയില്ല, പക്ഷെ ഈ പരിസരത്തൊന്നും വേറെ ടീമില്ല. അത്യാവശ്യം നല്ല ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അടുത്തടുത്ത് നിൽക്കുന്ന ആൺകുട്ടി 2 ടീം എന്ന് പറയുമ്പോൾ റെഡ് എക്സും GZ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം നല്ല ഇതിലാണ്. GZ റെഡ് എക്സ് അടിയാവാൻ്റെ ചാൻസ് ഒക്കെ കാണുന്നത്. ഇവരിങ്ങനെ ലൂട്ടി ഇവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. 2 ടീമിൻ്റെ ആളുള്ള അറിയില്ല. പുള്ളിക്ക് തോക്ക് കൊടുത്തില്ലേ? S7 ലൂട്ടിങ്ങാ. ആക്ച്വലി 4 പേര് ഇവിടെ തന്നെ ഉണ്ട് ഒരുമിച്ചിട്ട് കളിക്കുന്ന. ഓക്കെ, ടീംസ് ഇറങ്ങി തുടങ്ങി. അവിടെ 3 ടീം അടുത്ത്. സെസ്കി, KD, TGA. സോൺ മുട്ടിയിട്ടുണ്ട്. ഓ, അവിടെ ആരോ കയറി കൊടുത്തില്ല. റെഡ് എക്സിത്ത് ആരോ ഫ്രണ്ടിലോട്ട് കയറി. തൊട്ടടുത്ത് GZ ആളുണ്ട് ഇവിടെ ഗേറ്റിൻ്റെ പുറത്ത്. മതിലായതുകൊണ്ട് കാണില്ല. GZ 3 പേര് വന്നിങ്ങോട്ട്. ഇതൊന്നും അറിയാണ്ട് അവിടെ പുഷ്പ ലൂട്ട് ചെയ്യുന്നുണ്ട്. ഓ, ആക്ച്വലി S7 അടുത്തോട്ടൊരു ടീം പോകുന്നുണ്ടല്ലോ. SPD തിരിച്ച്. SPD S7 പിന്നെ ഒരു ടീമും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. MTX. ഒരു 3 അല്ല അവർ 3 പേരും കൂടി അടിയാവാൻ ചാൻസ് ഉണ്ട്. SPD MTXനെ കണ്ടിട്ടുള്ളൂ, S7 ഉള്ള അറിയില്ലെന്ന് തോന്നണം. ബ്രിഡ്ജിൽ നിന്ന് നോക്കുന്നുണ്ട്. ഓ, ടയറിൻ്റെ അടിച്ച്. അയ്യോ, എല്ലാവരും ഈ വണ്ടിനെ മാത്രം ലക്ഷ്യം. ഓ,
ഓക്കെ MDX ഹീറോ ഡൗൺ. അല്ല MDX ഇന്നലെ ജയിച്ച ടീം MPX ആണ് ഇന്നലെ ഒരാൾ കളിച്ചത്. പൊന്നെ ബോംബൊക്കെ എറിയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ആരും. S7 വണ്ടി എടുത്തിറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട്. ഓ MDX മാർത്താണ്ട് 1 HP. ഓക്കെ ഡൗൺ ആയി. ഇവരെന്ത് ലീവ് ചെയ്ത്? SM വന്ന് MDX ഒരാൾ അടിക്കാൻ കുടുങ്ങിയ പെട്ടെന്ന് തോന്നണം. അയ്യോ ഓക്കെ ചുട്ടു നൈസായിട്ട് പെട്ട്. ഓ വണ്ടി കത്തി. ഓക്കെ MDXിന് ഒരാളും കൂടെ ബാക്കിയുള്ളൂ. പുള്ളി റബ്ബ് എടുക്കാൻ പോയി. അല്ല റബ്ബ് എടുത്തോ? പുള്ളി റബ്ബ് എടുത്തു. അവിടെ 3 ടീം റെഡ് എക്സിൻ്റെ അടുത്ത്. റെഡ് എക്സ് GZ. അയ്യോ ഇവൻ ആടാന്ന 4 ടീം 777 ടോക്കിയോ. അവിടെ ആരെയോ അടിച്ചല്ലോ. പിന്നെ ഇങ്ങനെ ഇത്ര ആരെയോ ഡൗൺ ആക്കി. അത് ഇത്ര ലൂട്ടോടെ എടുക്കുന്നത്. ഓക്കെ ടോക്കിയോനെ കണ്ട് 777 വണ്ടി കുടുങ്ങി. ഒന്ന് അടിക്കാണ്ടിരുന്നവര്. ഓക്കെ ടോക്കിയോ ഒക്കെ സപ്പോർട്ടിനാണ് വന്ന്. 2 ആള്. 777 ക്രാറ്റോസ് ഡൗൺ. അവിടെ നറൂട്ടോനെ വണ്ടി കയറ്റി ഇറക്കുന്നു. ഓക്കെ 777 നറൂട്ടോയും ഡൗണായി, ക്രാറ്റോസും ഡൗണായി. ഇവിടെ വീണ്ടും 3 ടീം. SPD, സെസ്കി, S7. ഓക്കെ SPD 2 ആൾക്കാരെ അടിച്ചിട്ട് S7ത്തെ WCവിനെ ഒലീസിനെ അടിച്ചിട്ട്. അവസാനത്തെ 2 ആൾക്കാരാണ് S7. അതുകൊണ്ട് അവർ ലീവ് ചെയ്യുകയാണ്, അടിക്കാൻ നിൽക്കുന്നില്ല. റീകോൾ ചെയ്യേണ്ടതാണ്. അടുത്ത ടീം ഇങ്ങോട്ട് വരുന്നുണ്ട്. സെസ്കി ഇപ്പോൾ ഇവിടുന്ന് പോയതല്ലേ, വീണ്ടും വരുന്ന പുള്ളി ഓടിച്ചിരുന്ന് നോക്കുന്നു. സപ്പോർട്ടിനാണ് വന്ന് ഒരു 1 ലൂട്ടിങ് കൂടെ. അവിടെ GZും ടോക്കിയോ അടിയായി. GZ നിഞ്ച ഡൗൺ. ഓ ബാക്കിൽ നിന്ന് പ്രതീക്ഷിക്കാണ്ട് വന്ന അവിടെ ഒരാള്. GZത്തെ ലാസ്റ്റ് ആളാന്ന് തോന്നുന്നു. അവിടെ SPD അവിടെ സെസ്കിനെ അടിച്ചു. GZ ഇവിടെ വൈപ്പായി. എല്ലായിടത്തും കൂടെ ഒരുമിച്ച് അടി പോയിട്ടവര്. സെസ്കി ഒരാളും കൂടി ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ലാസ്റ്റ് മാനാ മാഡി. ഓ 1 HP ഡൗൺ ആവും തോന്നുന്നുണ്ട്.
ഇങ്ങനെ ഹീലടിച്ച് 1 HP ഒറ്റയടിക്ക് ഫുൾ ഹെൽത്താക്കി. ഓക്കെ, സെസ്കി എലിമിനേറ്റ് ആയി. അങ്ങനെ പടപട എന്നിട്ട് 2 ടീം എലിമിനേറ്റ് ആയല്ലോ, GZും സെസ്കിയും. ഇനി അപ്പോൾ 10 ടീമും കൂടിയും ബാക്കിയുണ്ട്. അതിൽ ടോക്കിയോയും റെഡ് എക്സും പടിയാവും. വരുന്നുണ്ട് റെഡ് എക്സ് ഇങ്ങോട്ട്. ടോക്കിയോ പുഷ് ചെയ്തു. ആളെ കണ്ടില്ലേ, ആർമർ പോയി അടിച്ച് കയറ്റിയത്. റെഡ് എക്സ് അടിക്കാൻ നിൽക്കുന്നില്ല, അവണ് ലീവ് ചെയ്യുന്നു. ഓക്കെ, മാസുണ്ട് ഇവിടെ. മാസിൻ്റെ മുമ്പിൽ ആരുമില്ല. SPD സോൺ ഔട്ടിലാണ്, എനിക്ക് സോണിൽ കയറണം. പക്ഷെ മാസം വേറൊരു ടീമിൻ്റെ അടുത്തോട്ടാണ് പോകേണ്ടത്. പച്ച കൂടി ഇപ്പം ആരാ, അവരിങ്ങോട്ട് വരുന്നു. RCB വേഴ്സസ് മാസാവും എന്ന് തോന്നുന്നു ഇവിടെ. ആയി. ഓക്കെ, മാസം അതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. RCB പോവല്ല, അടിക്കന്നെയാണ്. ടയറൊന്നുമില്ല RCB വണ്ടിക്ക്. ഓക്കെ, RCB അടിക്കാൻ വേണ്ടി ഇറങ്ങി. മാസം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു ടീം തീരും. മാസം പക്ഷേ ഇറങ്ങുന്നില്ല അടിക്കാൻ. ഓക്കെ, മാസം വണ്ടി കുത്തിച്ച് വണ്ടി കുത്തിച്ച്. നോബും റെക്റ്റും ഡിവൈനും വരുന്നുണ്ട് അവിടെ. ഡിസയർ വീഴുന്നു തോന്നുന്നുണ്ട്. ഡിസയർ വീണില്ല, 1 HP രക്ഷപ്പെട്ടു. വീണ്ടും ഓക്കെ, ഡൗൺ ആയി. RCB സുഡു ഡൗൺ. അങ്ങനത്തെ കയറിയിരുന്നല്ലേ. രണ്ടുപേരും കൂടെ RCBയിൽ മാസം 3 സൈഡിൽ വന്ന്. ഡിവൈൻ്റെ ആർമർ അടിച്ചു കളഞ്ഞ് ബാഡ് ബോയ്. ഓക്കെ, ഒലീസിനെ അടിച്ചു. ഡിവൈനെ അടിച്ചിട്ടോ ബാഡ് ബോയ്. മാസരാരും നോക്കായിട്ടില്ല. ബാഡ് ബോയ് ലാസ്റ്റ് മേനാണ് RCBയിലത്തെ. ഓക്കെ, RCB വൈപ്പായിട്ടുണ്ട്. മാസ് വൈപ്പ് ചെയ്തു RCBനെ. അവിടെ ടോക്കിയോയും റെഡ് എക്സും വീണ്ടും അടിയാവോ? ഇല്ല. കണ്ടുകിട്ടുന്നുണ്ട് പക്ഷെ അടിക്കുന്നില്ല. അടിച്ച്. ഓക്കെ, ടോക്കിയോ താളുടെ ആർമർ അടിച്ചു കളഞ്ഞ്. വെസ്പൺ അടിച്ചെന്ന് പറഞ്ഞത്. അയ്യോ, ടോക്കിയോ ലീമിയൻ പെട്ടതായിരുന്നു പക്ഷെ രക്ഷപ്പെട്ട്. പുള്ളിയോടെ പോയി. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നാ. ലീമിയനെ വണ്ടി ഇടിച്ചുകൊണ്ട് വന്ന്. പുഷ്പ അവിടെ ഇടിച്ച് കയറ്റുന്നു. ലിമിൻ പക്ഷെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നില്ല. എടാ, അവനെ എണീക്കാൻ സമ്മതിക്കുന്നില്ലടാ പാവം. ഓക്കെ, ലിമിൻ ഡൗൺ ആയിട്ടുണ്ട്. ക്രൈസ്റ്റ് എടുത്ത് അപ്പിക്ക് ഫിനിഷാക്കി.
ഓക്കെ, മെക്സും കൂടെ ഇറങ്ങി. മെക്സിൻ്റെ ആർമർ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇടിച്ചിട്ട് കൊടുക്കുന്നു. ഇതാര്? ഓ ക്രൈസ്റ്റ്, എൻ്റെ ഓക്കെ. ടോക്കിയോ ഇപ്പം ആയില്ലേ? അപ്പോൾ ഒരാൾ ഇവിടെ പൊട്ടിത്തെറിച്ചിട്ടും കണ്ടി ചത്തല്ലോ. ടോക്കിയോ റീകോളായാ? അയ്യോ, അവിടെ കേടിയും. MDX വേഴ്സസ് മാസ് വേഴ്സസ് പിന്നെ ഒരു ടീം കൊണ്ട് ഇവിടെ. ആ ടോക്കിയോ റീകോളായി. മാസിനവിടെ MDX ചേസ് ചെയ്യുന്നുണ്ട്. 4 പേരും റെക്റ്റിൻ്റെ പിന്നാലെയാണ്. വണ്ടി കത്തിയാ? ഇല്ല. ഓ മാസം മിന്ന് വന്ന് കവർ ചെയ്യാൻ. ആ 2 ആൾക്കാരും വന്ന്. ഒരാളപ്പുറത്തുണ്ടെന്ന് തോന്നണം. ടോക്കിയോ റീകോളായിട്ട് വന്നാൽ ഇങ്ങോട്ടാണല്ലേ? ഇപ്പോൾ ഒരു പ്ലെയർ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. ആരോ സോണോട്ടിൽ ഒറ്റക്ക് നിൽക്കുന്നത്. S7 ഒരാൾ മാത്രം നിൽക്കുന്നത്. പുള്ളി ഡൗൺ ആവും. ഓക്കെ, SPD MDX അടിയായിട്ടുണ്ട്. മാസ് റെക്റ്റ് S7 അടിച്ചല്ലോ. ഓ എനിക്ക് നേരത്തെ അത് നോക്ക് ഇട്ടതാ, അതിപ്പോഴാണ് ഫിനിഷായത്. അതാണ് ആ പുറത്തിടുന്നത്, സോണിൻ്റെ പുറത്തിടുന്ന പുള്ളി. അങ്ങനെയാടാ ബോംബ് വണ്ടിയിൽ നിന്ന് ബോംബ് അറിയാൻ പറ്റും. ഓ മാർത്താണ്ടന് 1 HP. ഓക്കെ, MDX ഡെവിൻ ഡൗൺ ആയി. ഹീറോനെ അടിച്ചവിടെ. റോക്കോള വണ്ടിത്തെ 2 പേരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ MDX ലാസ്റ്റ് മാനാണോ? ഐ തിങ്ക് ലാസ്റ്റ് മാനാണ്. SM വൈപ്പായി. SM വൈപ്പായിട്ടില്ല. ഇല്ല, ഒരാൾ മാത്രം ഡൗൺ ആയിട്ടുള്ളൂ. അതിപ്പോൾ റീകോൾ ചെയ്യും. ഓക്കെ, മാർത്താണ്ടന്നെ ഇറങ്ങി. MDX വൈപ്പ് ഇല്ല, ഒരാളെ ബാക്കപ്പ് നിർത്തിയിട്ടുണ്ട് ഏതോ ഇതിൻ്റെ അവിടെ. MDX ഷൂട്ടും കൂടെ ഉണ്ട്. പുള്ളിയുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. മാസ് ഇല്ല, വെച്ച് പിടിക്കുന്നില്ല. TJൻ്റെ അടുത്തവിടെ S7 എത്തിയിട്ടുണ്ട്. AC ഓൺ ആയില്ലോ എന്നാ? അല്ലല്ല, അത് കറണ്ട് വന്നാൽ അറിയാൻ വേണ്ടിയിട്ട് ഞാനവിടെ സ്വിച്ച് ഓൺ ആക്കി വെച്ചതാ. അതിൻ്റെ സൗണ്ടാണ് കേട്ട്. കറണ്ട് വന്നാൽ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള
അടയാളത്തിന് വേണ്ടി അത് ഓണാക്കിയിട്ടിരിക്കുന്നത്. കണ്ടുണ്ടായില്ല, ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഓക്കെ, മാസം SPD അടിയായി. അതിൻ്റെ ഇടക്ക് ചാടി വന്നിരിക്കുന്നു. മാസ് ട്രക്കിൻ്റെ ആർമർ പോയി. ഓക്കെ, മാസ് റെക്റ്റിനെ അടിച്ചിട്ടുണ്ട് അവിടെ. അയ്യോ, സോണ് അടുത്താണ്, വലിയ ദൂരത്തില്ല. TJയും വന്നു ഇങ്ങോട്ട്. മാസ് റീക്കോളിൻ്റെ അടുക്ക് പോയി, ഡയറക്റ്റ് റീക്കോളാ. പക്ഷെ ഇതാരാ സോണൗട്ടില്? ടോക്കിയോ വെള്ളത്തിലാണല്ലോ, നീന്തിയൊക്കെ വന്നതാണ്. ഓക്കെ, TG SPD അടിയായി ഇപ്പോൾ. SPD കൗണ്ട് ഉണ്ട്. ഇതിച്ചുകൊണ്ട് പിന്നാലെ വെച്ചുപിടിക്കുന്നുണ്ട്. ഓക്കെ, TGയിൽ ജോസോട്ടി ഡൗൺ ആയി. SPD ബ്രോക്കോളും ഡൗൺ ആയിട്ടുണ്ട്. SPD ഒരാളെ കൊണ്ടുപോയി വണ്ടി അടിച്ചിട്ട് ലോഡക്സ് PKനെ. ഓക്കെ, ഇവിടെ നോട്ട് ഏരിയസ് ഡൗൺ. SPD 2 പേര് ഇനി ബാക്കിയുള്ളത്. TGA 3 പേരും. എടാ വണ്ടി ബോംബ്, കറക്റ്റ് ബോംബിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി എടുത്തിരുന്നതാണ്. അല്ലെങ്കിൽ കറക്റ്റ് വണ്ടിയിലോട്ടാരെ ബോംബറിന് എന്തോ ഉണ്ടായി അവിടെ. കില്ലായിരിക്കും പോയത്, നോക്കില്ല. ഓക്കെ, SPD ലാസ്റ്റ് മാനാണ്. പുള്ളി ഇപ്പോൾ ഇവിടുന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് റീക്കോൾ ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ പുള്ളി കൊണ്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ ടീം വൈപ്പാവും. പുള്ളിക്ക് പണിയാണ്. അവിടെ റിവ് കൊടുത്ത് 4 പേരുണ്ട് TG. ഓ, വളഞ്ഞ് ഒയ്യോ, സോണും വന്ന്. ഇത് TGക്കും പണി കിട്ടുമല്ലോ. SPD നല്ലോണം ഹെൽത്ത് പോകുന്നു. പുള്ളി സോണൊട്ടി വീഴും. അവിടെ ആരോ കൊച്ചുകുഞ്ഞ് പെട്ട് അവൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോണേ. ടോക്കിയോ ഇവിടെ ഉണ്ട്. ടോക്കിയോക്ക് ഇപ്പോൾ കറണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഏരീസ് തീർന്ന് അത് നോക്കായവർ ഡെഡായതാ. കൊച്ചുകുഞ്ഞ് ചാടിക്കേറി. SPD കയറുമോ? SPD വണ്ടി നോക്കി പോയി. പുള്ളി കയറാൻ ചാൻസ് കുറവാ. ഇനി 9 ടീമാണ് ബാക്കിയുള്ളത്, 30 ലൈവ്. ഇവിടെ റീകോൾ ചെയ്യുന്നു. MDX കിട്ടുമോ? 3 ആൾക്കാർ റീകോൾ ചെയ്ത് വിട്ട്. അല്ല, അത് വേറെ. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് റീകോൾ ചെയ്ത്. ടോക്കിയോ ഉണ്ട്. ടോക്കിയോ 4 പേര് ലൈവാ. കൊണ്ട് അന്നത്തെ പോലെ ഹെൽത്ത് കുറയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർ വൈപ്പാവേണ്ട ടൈം കഴിഞ്ഞ്. 777 ഇവിടെ 4 ആൾക്കാർ പൊസിഷൻ പിടിച്ചിട്ടുണ്ട് കറക്റ്റ് സോണിൻ്റെ സെൻറ്ററിൽ. SPD അവിടെ നിന്ന് കയറി നിന്നിട്ടോ. ഓ, MDX റീകോളായിട്ട് വന്നു. ഡെവിൻ വന്നു, മാർത്താണ്ഡം വന്നു. ഓക്കെ, 3 പേര് റീകോളായിട്ട്. മിക്കവാറും പുള്ളി പുറത്തുനിന്ന് ചാവുമെന്ന് തോന്നുന്നു. മറ്റേ SPD ആളും കയറുന്നു തോന്നുന്നുണ്ട് സോണിൻ്റെ അകത്ത്. ആ, കയറി. ഓക്കെ, S7 അവിടെ
MDX ഡെവിനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. 2 ടീം ഒരുമിച്ച് ഇറങ്ങിയെന്നാണ് റീകോളായിട്ട്. അല്ലല്ല ജെയ്സൺ വേറെ. ഓക്കെ ഇവർക്കും സോൺ ഇതേ പോകുന്നു. വണ്ടി ഉണ്ട് പക്ഷേ കയറുമായിരിക്കും. TGA ടോക്കിയോട് അടിയായി. ഡെയിമിന് ഇച്ചിരി അതാണ് എനിക്ക് പെട്ടെന്ന് തീരണ്ടായിരുന്നേ, തീരുന്നില്ല. ഓക്കെ ടോക്കിയോ TMG ടോക്കിയോ ഒരാൾ ഡൗൺ ആയി. TMG ചേസാണ്. ഒന്നും മര്യാദക്ക് കൊണ്ടില്ല, ലാസ്റ്റാണ് കൊണ്ടത്. ഓ ഷീൽഡ് പോലെ. ഓക്കെ ടോക്കിയോ വൈസെറ്റിനെ അടിച്ചിട്ടിട്ടുണ്ട്. SPDക്കാണ് ഇപ്പോൾ 11 കില്ലുള്ളത്. അത് കഴിഞ്ഞാൽ 3 ഗ്യാങ് 5 കില്ല് വെച്ചിട്ടുണ്ട്. അയ്യോ അണ്ണാനി ഡൗൺ ആയി. ഓക്കെ ഇവിടെ മാസ് കയറി 777 പുഷ് ചെയ്ത് ആ ഗ്യാസ് ക്യാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കൂടും. ഓ മാസിൽ 3 പേര് ഡൗൺ ആയി, അല്ല 2 പേര്. ലാസ്റ്റ് വൻ 777 ലാസ്റ്റ് വനാണ് ഇവിടെ മോഡലുള്ളത്, ക്രാറ്റോസ്. ഓ അടിച്ചിട്ട് 1v1 TGA വന്നു അതിൻ്റെ ഇടയിലോട്ട്. ഓക്കെ മാസിലത്തെ ആള് റബ്ബ് എടുത്തോ? മിന്നിനെ മാത്രമേ റബ്ബ് എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി 2 ആൾക്കാർ ഫിനിഷായി. ഓ അവിടുന്ന് S7 പുഷ് വന്ന്. S7 4 പേരുണ്ട്, 2 ആൾക്കാർക്കും പണി കിട്ടും. ഇവിടെ ആകെ സ്മോക്ക് ഇട്ട് നിറച്ച്. കറങ്ങി വരുന്നുണ്ട്, റബ്ബ് എടുക്കാൻ പോകുന്നു. അതിനാണല്ലേ സ്മോക്ക് ഇട്ട്, പക്ഷേ അത് അയ്യോ ഡിവൈൻ കറങ്ങിപ്പോയിട്ട് എത്തിയതാരോ മുമ്പിക്ക്. എടാ ഓ അവരുടെ POVയിലെ സാധനം പൊട്ടിയിട്ടുണ്ടാവില്ല, അവരിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അതങ്ങനെ പൊട്ടിച്ചത്ത്. ഓക്കെ 777 ലാസ്റ്റ്. മാസപ്പോൾ ഇതായില്ലേ, വൈപ്പായി. മാസം വൈപ്പായി. ഇവിടെ റെഡ് എക്സും KD അടിയായി, ഒരാളടിച്ചിട്ടുണ്ട്. KD മാലിക്ക്. ഇതിൽ ഇനിയും 3 ആൾക്കാരുണ്ട്. ഏറെക്കുറെ ചെറിയ സോണായി. 7 വൈപ്പാവും പുള്ളിങ്ങോട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ. ഓക്കെ 777 വൈപ്പായിട്ടുണ്ട്. ടീം 777 ഇത് കുറച്ച് ഹോൾഡ് ആവും കേട്ടാ. ഈ പൊസിഷൻ ഇങ്ങനെ വരാറില്ല, സാധാരണ കണ്ട മലയിലൊക്കെയാണ് ലാസ്റ്റ് സോൺ വരാറ്. അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്, അത്യാവശ്യം കവർ എടുക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെയാണ്. 8 ജൂ SPD ലാസ്റ്റ് പുള്ളി മാത്രമേ ഉള്ളൂ. ഓ TGA വേഴ്സസ് TGA അല്ല അവിടെ, റെഡ് എക്സ് വേഴ്സസ് TGA. പുള്ളി 2 ആണ്, ഇതുപോലെ അറിയാറ്റില്ല. പുഷ്പത ഒരാളെ കൊണ്ടുപോയി. ടോക്കിയോ S7 അടിയായി. ഇവിടുത്തെ അടിയാണ്. റെഡ് എക്സിന് നല്ല പണിയാണ്, സോണും വരുന്നത്. സോൺ ഔട്ട്. TGA ഒരാൾ പോലും ഡൗൺ ആവുന്നുണ്ട്, അവർ മൊത്തം അടിച്ച്. SPD വേഴ്സസ് KD ആണ്. S7 3 പേര് സോൺ ഔട്ടിൽ വീണ്. ലാസ്റ്റ് മാൻ 1 HP അല്ല 2 പേര്. ഓക്കെ ഇവിടെ 1v1 അല്ല അവിടെ 1v1, ഇവിടെ വേറെ 1v1. TGA 4 പേരും ബാക്കി എല്ലാത്തിലും 1, 2, 3 ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഓർഡർ എവ് എടുക്കുന്ന S7 11 എലവാണ് ഇപ്പോൾ ഉള്ളത്. S7 2 പേര്,
KD 1, SPD 1. ഇവിടെ ആരും ഉണ്ടല്ലോ. ഓ MDX ഷുട്ടു പോച്ചക്കകത്തിരിക്കുന്നു. KD 2 പേരുണ്ടായിരുന്നല്ലേ. TJM വന്ന അവിടുന്ന്. മാസ് വൈപ്പായി. യെസ്. KD എസ്കിൻഡർ ഡൗൺ. കിൻഡർ പക്ഷെ അവിടെ ഒരു പിക്ക് എടുത്തിട്ട് ഡൗൺ ആയത്. S7 വൈപ്പാവെന്ന് തോന്നുന്നുണ്ട്. S7 വൈപ്പായി. ഇനി 3 ടീമാണുള്ളത്. 8 ലൈവ്. 6. ഷുട്ടു പോച്ചക്കകത്ത് തന്നെയാണ്. ഷുട്ടു ഇവിടെ എത്തിയേട്ടാ. കവറിൽ വന്ന് കയറി നൈസായിട്ട്. MDX KD ഒരാൾ, SPD ഒരാൾ, MDX ഒരാൾ, TJ 4 പേര്. അതാണ് ഇപ്പോഴത്തെ കൗണ്ട്. ടോട്ടൽ 7 എലൈവ് ആണുള്ളത്. അശ്ശോ, ഒരു ബോംബ് കറക്റ്റ് ഇട്ട് ഷുട്ടൂനെ കൊന്ന്. കറക്റ്റ് ബോംബായിരുന്നു തോന്നണത്. പുള്ളി ഡയറക്റ്റ് ഡൗണായി. ജോസൂട്ടി അതാ ചാടി വീണ് കൊടുത്തിരിക്കുന്നു. KD ഇവർക്ക് സോണ് പണിയെടുക്കും. വെള്ളത്തേക്ക് ചാണ്ടി വരും. വെള്ളത്തിൽ നിന്ന് അവരും അടിച്ചിട്ടുണ്ട് ഡയറക്റ്റ്. വിഷയനേട് സത്യം. കറക്റ്റ് എൻ്റെ തലക്കാവുന്ന വീണെന്നാണ്. ഇത് ഏറെക്കുറെ TJ എടുത്തു. അവിടെ അവർ രണ്ടാൾക്കാർ അങ്ങോട്ടും കൊണ്ട് തമ്മിൽ തല്ലിച്ചാവും. ഇവർക്ക് പിന്നെ ഒരാളെ നോക്കിയാൽ മതി. KD റബാഡാനെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പുള്ളി തീർന്ന്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് C TG ആണ് ജയിച്ചിരിക്കുന്നത്. ഇന്നലെ ആക്ച്വലി TG തന്നെയല്ലേ ഗ്രൂപ്പ് C ജയിച്ചത്. ഇന്നലെ ഗ്രൂപ്പ് C ആരായിരുന്നു ജയിച്ചത്? ഗ്രൂപ്പ് C ആശ്വൺ അല്ലല്ല WS ആയിരുന്നു. ഇന്നലെ TG 8ാം സ്ഥാനത്തായിരുന്നു. കില്ല് നോക്കുവാണെങ്കിൽ TG ഒക്കെ 13 ഇല്ലുണ്ട് ഈ കടയിൽ. SPD 10 കില്ല് എടുത്തിട്ടുണ്ട്. ടോക്കിയോ 7 കില്ല്, S7 6 കില്ല്. ബാക്കി ടീം ഇറങ്ങിപ്പോയതുകൊണ്ട് അറിഞ്ഞൂടാ. ഓക്കെ, GG.